പോകാൻ തോന്നില്ല കേട്ടോ. എങ്കിലും ഇറങ്ങാം. അവിടെ നിർത്തുക. ഹായ് ഗൈസ്, ഡിസ്കോ. ഇന്ന് വെറുതെ ഉണ്ട്. ഇപ്പോൾ ഒരു ഹോട്ടലൊന്ന് പോകണം തോന്നി. മെല്ലെ ഇറങ്ങാൻ പോവാണ്. നോക്കാം. അപ്പോൾ നമ്മുടെ ബൈക്കൊക്കെ റെഡിയാണ്. വരുന്നവർക്ക് നല്ലൊരു വെള്ളച്ചാട്ടം കണ്ടു. അവിടെ നിർത്തുക. ഈ മഴക്കാലത്ത് മാത്രം കാണുന്നൊരു പ്രതിഭാസമാണ്. ഇന്നലെ നല്ല മഴയായിരുന്നു. അതിൻ്റെ ബാക്ക് പത്രം ഇതൊക്കെ. പിന്നെ നമ്മളിന്ന് എങ്ങോട്ടാണ് പോകുന്നത് വരെ പറഞ്ഞില്ലല്ലോ. നമ്മളിന്ന് പോകുന്നത് കാപ്പിമല വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയാണ്. ഇവിടുത്തെ വ്യൂ ഒക്കെ അസാധ്യമാണ്. പോകുന്ന വഴി നമ്മളങ്ങനെ അവരുടെ പാർക്കിങ്ങിലെത്തിയിരിക്കുകയാണ്. ചെറിയൊരു കഫേയും നല്ല വിശാലമായ പാർക്കിങ്ങൊക്കെ ഉണ്ട്. ഒരു ചായ കുടിച്ചിരിക്കുന്ന ഒരു പ്രത്യേക സുഖം തന്നെയാണ് ഇവിടെ. ഇന്ന് വീക്കെൻഡ് അല്ല, വീക്കെൻഡ്സിൽ നല്ല തിരക്കാണ്. ഇന്ന് നോർമൽ ഡേയ്സ് ആയതുകൊണ്ട് താരതമ്യേന ചെറിയ തിരക്കാണ്. ആൾക്കാർ വന്നും പോയി നിൽക്കുന്നു. ഒരു ചായ കുടിച്ച് വ്യൂ ഒക്കെ കണ്ട് ഞാൻ നല്ല താഴേക്ക് ഇറങ്ങാണ്. രണ്ട് അരുവിയൊക്കെ കിടന്ന് കാണാൻ പോകാൻ ഒരു വള്ളിയൊക്കെ കിട്ടിയിട്ടുണ്ട് അവിടെ. അടിപൊളി സ്ഥലമാണ്. ഇന്ന് വലിയ മഴയില്ലാത്ത കാരണം അങ്ങനെ നടക്കാൻ പറ്റും. ഇതിന് മുകളിലേക്ക് പോക്ക് നിരോധിച്ചിരിക്കാൻ തോന്നുന്നു. വെള്ളത്തിലേക്ക് ഇറങ്ങി പോവാം അല്ലേ. തണുപ്പ് നടന്നു പോകാൻ ചെറിയൊരു പാലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കേട്ടോ, വെള്ളത്തിറങ്ങാൻ പറ്റുള്ളവർക്ക്. ഇവിടെ ചെറിയൊരു റിസോർട്ടുണ്ട്, ഒരു വില്ലേജ് ഉണ്ട് കേട്ടോ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ ഗേറ്റും. ഇതെന്നാന്ന് അറിയാമെങ്കിലൊന്ന് പറയണേ. അങ്ങനെ ഒരു 20 രൂപ എൻട്രി പാസ്സൊക്കെ കൊടുത്ത് ഞാൻ നല്ല അകത്ത് കയറിയിട്ടുണ്ട്. കയറ്റി വിടും. ആൾക്കാരുണ്ട്. 1-2 പേര് അവിടെ നിന്നൊക്കെ വരുന്നുണ്ട്. നോക്കാം. എന്നൊക്കെ അങ്ങ് മേളിൽ നിന്ന് ഒരു വെള്ളച്ചാട്ടം പോലെ എന്തോ വരുന്നുണ്ട്. വെള്ളച്ചാട്ടം തന്നെ. എനിക്കൊന്ന് പൈതൽ മല അങ്ങ് മേളിൽ നിന്നാണ് കാണേണ്ട വ്യൂ തന്നെ കേട്ടോ. ക്യാമറയിൽ കൂടെ എത്രമാത്രം കാണുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ നേരിട്ട് അടിപൊളി. ഇവിടെ കാപ്പിമല വെള്ളച്ചാട്ടം, അത് പൈതൽ മല വെള്ളച്ചാട്ടം. എനിക്ക് മൊത്തം മഞ്ഞ് കയറി കിടക്കുകയാണ്. മൊത്തത്തിൽ ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. ഇതൊന്ന് താഴെ കാണാം. അവിടെ വണ്ടി കിടക്കുന്നുണ്ടോ? നമ്മൾ വന്ന വഴി അവിടെ നമ്മുടെ ഹിമാലയ കിടപ്പുണ്ട്. താഴേക്ക് മൊത്തത്തിൽ മഞ്ഞാ മേളിൽ. അടുത്ത ട്രിപ്പ് അങ്ങോട്ടാക്കാം. നാളെ ഇറങ്ങാം മഞ്ഞപ്പുല്ലിലെ മഞ്ഞ് കാണാൻ. ഇതിപ്പോൾ ഇങ്ങനെ കയറിപ്പോണം. എൻ്റെ അടുത്ത് ഗിംബലൊന്നുമില്ല, അതുകൊണ്ട് വീഡിയോ അത്ര സ്റ്റേബിളല്ല. വന്നപ്പോൾ എടുത്തതേ ഉള്ളൂ. നല്ലൊരു മഴയ്ക്കുള്ള സാധ്യത കാണുന്നുണ്ട്. മഴയ്ക്ക് മുമ്പ് ഇവിടെ നിറങ്ങണം. തെന്നുന്നുണ്ട് കേട്ടോ. നമ്മൾ പിന്നെ പണ്ടേ ഈ മലയും കാട് കയറി നടക്കുന്ന പറഞ്ഞേ വലിയ കുഴപ്പമില്ല. മഞ്ഞ് മാറുന്നുണ്ട് അവിടെ, ചെറിയ വിസിബിളാകുന്നുണ്ട് കയറ്റം. ആ ഒരു വെള്ളച്ചാട്ടം ഓക്കെ എന്താ. മടക്കുന്നു. കയറ്റമുണ്ട് ശരി, നല്ല രീതിയിൽ. അങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ ഏകദേശം അടിയിലെത്തിയിട്ടുണ്ട്. കാണാൻ പറ്റും ആണല്ലേ. നല്ല ഫോഴ്സാ, അങ്ങോട്ട് പോകാനൊരു മടി.
ആഹാ, നല്ല മുകളിൽ നല്ല കാട്ടയ്ക്ക് വെള്ളം ചാടുന്നുണ്ട്. ഓക്കെ, ഒരു വള്ളിയൊക്കെ കെട്ടിട്ടുണ്ട് അവിടെ, പക്ഷെ പരിചയമില്ലാത്ത കാരണം ഇറങ്ങാനും മടി. വെള്ളം ഇങ്ങനെ നല്ല പാല് പോലെ പതഞ്ഞ് പോന്നു. അങ്ങ് ദൂരെ കണ്ടില്ലേ, അവിടെ നമ്മൾ കയറി വന്നത്. അതുവഴി കയറി ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിൽ കൂടെ തന്നെ വഴി ഇങ്ങനെ കയറി ഇവിടെ വരും. ഇവിടെ വന്നാൽ അടിപൊളി വ്യൂ. മുകളിൽ നല്ല കോട, മഞ്ഞ് ആണ്, മഞ്ഞപ്പുള്ളെന്ന് എനിക്ക് തോന്നുന്നു. അതെ, അതിൻ്റെ അടിയിൽ കൂടെ വന്നാൽ ഈ മനോഹരമായ വെള്ളച്ചാട്ടം. ആലക്കോട് നിന്നൊരു 10 കിലോമീറ്റർ, 10 നോക്കിയിട്ട് ഞാൻ പറയാം കൃത്യമായിട്ട് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന്. അല്ല, ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം എത്ര കിലോമീറ്റർ ഉണ്ടെന്നുള്ളത്. വാവ്, എന്നാലും നല്ല കാലാവസ്ഥയാണ് കേട്ടോ. വലിയ ശല്യം തന്നില്ല. ചെറിയ മഴയുണ്ട്, അതിന് ഞാനൊരു കുടയും പിടിച്ചിട്ടുണ്ട്. ആ കാറ്റത്തടിച്ച് പോന്നു. അത് പറഞ്ഞ് ഇവിടെ കണ്ടിട്ട് നിന്ന് പോകാൻ തോന്നില്ല കേട്ടോ. ഒന്ന് ഇറങ്ങി കുളിച്ചാലോ എന്നൊരാഗ്രഹം. ഒറ്റയ്ക്ക്, അതാണ് ഈ പ്രശ്നം. ഒറ്റയ്ക്ക് വന്നാലുള്ള പ്രശ്നം അതാണ്, മടി, പേടി. പിന്നീട് ഒരു സാട്ട. അപ്പം സമയമുള്ളപ്പം ഇതുവഴി കയറി വാ. ആലക്കോട് നിന്ന് ഒറ്റത്തെ റോഡ്, കാപ്പിമല ചെല്ലണ്ട. അതിൻ്റെ ഇപ്പുറത്തൊരു വളവുണ്ട്, അതുവഴി വന്നാൽ അവിടെ ഒരു ബോർഡുണ്ട്. ആ ബോർഡ് നോക്കി ഇങ്ങോട്ട് വന്നാൽ മതി. നല്ല അടിപൊളി സ്ഥലം. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, കേരള വനം വകുപ്പിൻ്റെ. കാടിനുള്ളിൽ പ്രവേശിക്കുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. മുകൾത്തട്ടിലേക്ക് പ്രവേശിക്കാൻ ദുസ്സാഹമാണ്. വെള്ളത്തിലിറങ്ങുന്നവർ സ്വന്തം ഉത്തരവാദിത്തത്തിൽ ഇറങ്ങേണ്ടതാണ്. കാരണം ഇവിടെ ആരുമില്ല. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയരുത്. CCTV നിരീക്ഷണത്തിലാണ്. ഇവിടെ ഒരു CCTV കാണുന്നുണ്ട്. പിന്നെ അറിയിപ്പ്, വെള്ളത്തിലിറങ്ങുന്നത് സൂക്ഷിക്കുക. മധ്യഭാഗത്ത് 10 അടി ആഴമുണ്ട്. കേരള വനം വകുപ്പ്. കേരള വനം വകുപ്പിന് ഒരു സെറ്റപ്പുകളൊക്കെ ഉണ്ടല്ലോ. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. വേണ്ടാഞ്ഞിട്ടായിരിക്കും. ആണോ? ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത്. അപ്പം ഞാനിവിടെ നിന്ന് ഇറങ്ങുക. അടിപൊളി പോകാൻ തോന്നില്ല സത്യം പറഞ്ഞാൽ. പിന്നെ പോണ്ടേ.